ഹേയ് ബ്യൂട്ടിഫുൾ സോൾസ്, നിങ്ങൾക്കറിയാമോ കർമ്മബന്ധങ്ങൾ അഥവാ കാർമിക് റിലേഷൻഷിപ്പ്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതൊരു ആത്മീയ ആശയമാണ്. മുൻ ജന്മങ്ങളിൽ പരിഹരിക്കപ്പെടാതെ കിടന്നതോ പൂർത്തിയാകാത്തതോ ആയ പാഠങ്ങൾ പഠിക്കാനും ചില കർമ്മപരമായ കണക്കുകൾ ഇവ തീർക്കാനുമായി ഈ ജന്മത്തിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളെയാണ് കർമ്മബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ ബന്ധങ്ങൾ പലപ്പോഴും തീവ്രവും നാടകീയവും വൈകാരികവുമായി വെല്ലുവിളി നിറഞ്ഞതുമായിരിക്കും. എങ്കിലും വ്യക്തിപരമായ വളർച്ചയ്ക്കും ആത്മീയ ഉണർവിനും വളരെ നിർണായകമാണ്. ഇതിൻ്റെ കാലാവധി എത്ര നാളെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ലെസൺ ഉണ്ട്. അവ പഠിക്കുന്ന സമയം വരെ മാത്രമേ ഇത് നീണ്ടു നിൽക്കൂ. ഉദ്ദേശം പൂർത്തിയാൽ അവ അവസാനിക്കാനും സാധ്യതയുണ്ട്. കർമ്മബന്ധങ്ങളുടെ ചില പ്രധാന ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ, ആദ്യ കാഴ്ചയിൽ തന്നെ അവിശ്വസനീയമാംവിധം ശക്തമായ ഒരു ആകർഷണം തോന്നുന്നതും മുമ്പ് ഇവരെ കണ്ടിട്ടുണ്ടെന്ന് തോന്നലുമാണ്. ബന്ധത്തിൽ ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങളും വഴക്കുകളും വീണ്ടും വീണ്ടും ആവർത്തിക്കുക, അതായത് ചില നെഗറ്റീവ് പാറ്റേൺസ് വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരിക. ബന്ധത്തിൽ സന്തോഷവും ദുഃഖവും വളരെ തീവ്രമായി അനുഭവപ്പെടുന്നു. ഒരുപാട് ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വരുന്നതുമാണ്. കോ ഡിപ്പെൻഡൻസിയാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. പരസ്പരം വളരെയധികം ആശ്രയിക്കേണ്ടി വരികയോ നിയന്ത്രണമില്ലാത്ത അടുപ്പം കാണിക്കുകയോ ചെയ്യുന്നു. ബന്ധം വിഷമകരമാണെങ്കിൽ പോലും അത് ഉപേക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ. ലളിതമായി പറഞ്ഞാൽ, നമ്മളുടെ ആത്മാവിനെ മുൻ ജന്മങ്ങളിൽ നിന്നും പഠിക്കാനുള്ള ഒരു പാഠശാലയാണ് കാർമിക് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ.